ബംഗ്ലാദേശ് ഹിന്ദു സന്യാസി ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിൻ്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ജാമ്യാപേക്ഷ തള്ളുന്നത് ഇത് മൂന്നാം തവണയാണ്. അതേസമയം സന്യാസിമാരുടെ അറസ്റ്റിനെതിരെ വ്യാപക പ്രതിഷേധം തുടരുകയാണ്. വിവരങ്ങളുമായി ഗൗതം ചേരുന്നു. ഗൗതം, പറയൂ. കൃഷ്ണരാജ്, ഇത്തരത്തിൽ ബംഗ്ലാദേശിൽ അറസ്റ്റിലായ ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിന് മോചനമില്ല. ഇന്നിപ്പോൾ 39ാമത്തെ ദിവസമാണ് അദ്ദേഹം ജയിലിൽ തുടരുന്നത്. ബംഗ്ലാദേശിന്റെ പതാകയെ അപമാനിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു ദേശവിരുദ്ധ കേസ് ചുമത്തി ഇദ്ദേഹത്തെ നവംബർ മാസം 25-ാം തീയതി ചിറ്റഗോങ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് ബംഗ്ലാദേശ് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അതിനുശേഷം ഇത് മൂന്നാം തവണയാണ് ചിറ്റഗോങ്ങിലെ കോടതി ഇത്തരത്തിൽ ബംഗ്ലാദേശ് ചിറ്റഗോങ് ഹൈക്കോടതി ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിൻ്റെ ജാമ്യാപേക്ഷ തള്ളുന്നത്. അറസ്റ്റിലായ ആ ആഴ്ചയിൽ ഒരു തവണ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അത് തള്ളിയിരുന്നു. പിന്നീട് കഴിഞ്ഞ മാസം 3-ാം തീയതി വീണ്ടും ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഹൈക്കോടതി ഇത്തരത്തിൽ ജനുവരി മാസം 2-ലേക്ക്, അതായത് ഇന്നത്തെ ദിവസത്തിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ഈ കേസ് പരിഗണിക്കുമ്പോഴും വീണ്ടും ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ജയിലിൽ തന്നെ കൃഷ്ണദാസ് പ്രഭു തുടരണം എന്ന ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ ആ രീതിയിൽ ഉള്ള ഒരു നീക്കമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ 39 ദിവസമായി അദ്ദേഹം തുടർച്ചയായി ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിലെ ജയിലിൽ തുടരുകയാണ്. അദ്ദേഹത്തിനൊപ്പം മറ്റ് ഇസ്കോണിന്റെ ചില പ്രധാനപ്പെട്ട സന്യാസിമാരെയും ഇത്തരത്തിൽ ബംഗ്ലാദേശിലെ ഭരണകൂടം അറസ്റ്റ് ചെയ്തിരുന്നു. എന്തായാലും വലിയ പ്രതിഷേധം ഈ ഒരു അറസ്റ്റിനെതിരെയും അതോടൊപ്പം തന്നെ ഹിന്ദു സന്യാസിമാർക്ക് മോചനം നൽകാത്ത ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെതിരെയും ഒപ്പം അവിടുത്തെ കോടതികൾക്കെതിരെയും വ്യാപകമായി തുടരുകയാണ്. എന്നാൽ അത്തരം പ്രതിഷേധങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ അടിച്ചമർത്തിയും ഇപ്പോൾ ജുഡീഷ്യറിയും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിലെ ഭരണകൂടവും ഒപ്പം ഇസ്ലാമിസ്റ്റുകളും ചേർന്നുകൊണ്ടുള്ള വലിയ അതിക്രമം അവിടെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തുകയാണ്. ഇതിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ചിറ്റഗോങ്ങിലെ ഹൈക്കോടതി ഈ പ്രമുഖ സന്യാസിയുടെ ജാമ്യാപേക്ഷ വീണ്ടും തള്ളിയിരിക്കുന്നത്. ശരി, അതേസമയം അവിടെ പ്രതിഷേധങ്ങൾ ഇപ്പോഴും വ്യാപകമായി നടക്കുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് കൂടി. കൃഷ്ണരാജ്, അവിടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി അവിടെ തുടർച്ചയായി നടക്കുന്ന കലാപങ്ങൾക്കെതിരെയാണ് ഈ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കുറവില്ല. അത് ഹൈന്ദവ സംഘടനകൾ മാത്രമല്ല, ക്രൈസ്തവ പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ ബുദ്ധമതക്കാരുടെയും ജൈനമത വിശ്വാസികളുടെയും ഒക്കെ ചെറുതും വലുതുമായ സംഘടനകൾ ബംഗ്ലാദേശിലുണ്ട്. അവരുടെയൊക്കെ ഭാഗത്ത് നിന്നും അത്തരം പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അതിന് കാര്യമായൊരു ഫലം കാണുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ സന്യാസി വലിയ തോതിൽ ഹൈന്ദവ വിശ്വാസികൾക്കിടയിലും അതോടൊപ്പം തന്നെ മറ്റ് മതന്യൂനപക്ഷങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുകയും അവർക്കിടയിൽ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഇസ്കോണിന്റെ സന്യാസിയാണ്. അദ്ദേഹത്തിനെതിരെ മറ്റ് കേസുകളൊന്നും തന്നെ ഇല്ല. എവിടെയെങ്കിലും കലാപം നടത്തുന്നതോ അതല്ലെങ്കിൽ ഇസ്ലാം വിരുദ്ധമായി പ്രവർത്തിച്ചെന്നോ ബംഗ്ലാദേശിന്റെ ഭരണഘടനയ്ക്കെതിരെയോ ആ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട മതമായ മുസ്ലിങ്ങൾക്കെതിരെയോ പ്രവർത്തിച്ചതായി ബന്ധപ്പെട്ട ഒരു തരത്തിലുമുള്ള ആരോപണങ്ങളും കേസുകളും ഈ സന്യാസിക്കെതിരെയില്ല. മറിച്ച് ഒരു അനാവശ്യമായ ആരോപണം ഉയർത്തിക്കൊണ്ട് ബംഗ്ലാദേശിന്റെ കൊടിയേക്കാൾ മുകളിൽ സനാതന ധർമ്മത്തെ പ്രതിനിധീകരിക്കുന്ന കാവിക്കൊടി ഉയർത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ സെഡീഷൻ കേസ് എടുത്തത്. ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ നവംബർ മാസം 25-ാം തീയതി ഈ സന്യാസിയെ എയർപോർട്ടിൽ വെച്ച് ബംഗ്ലാദേശ് പോലീസിന്റെ ഒരു സ്പെഷ്യൽ ടീം അറസ്റ്റ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം വളരെ സമാധാനപ്രിയനും ശാന്തമായി ആളുകളോട് ഇടപഴകുകയും അതോടൊപ്പം വളരെ സമാധാനത്തിന്റെ സന്ദേശവാഹകരായി നടക്കുന്ന ഇസ്കോണിനെ പ്രതിനിധീകരിക്കുന്ന സന്യാസിയുമാണ്. അങ്ങനെ ഒരു സന്യാസിക്കെതിരെയാണ് ബംഗ്ലാദേശിലെ ഈ ഇടക്കാല സർക്കാർ ഇത്തരത്തിൽ വലിയ കൊടിയ പീഡനം അഴിച്ചുവിടുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ ഘടകം എന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ വലിയ വിവാദമായിക്കൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഒരു ഭാഗത്ത് വിവാദമായിരുന്നു. അതിനപ്പുറം അദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെയധികം വഷളാകുന്നു എന്നതാണ്. പലതവണ അദ്ദേഹത്തെ ചികിത്സയ്ക്കായി മാറ്റേണ്ട പശ്ചാത്തലമൊക്കെ ഉണ്ടായി. പലതരത്തിലുള്ള അസുഖങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടുന്നു. കൃത്യമായ മരുന്നോ ആഹാരമോ ഒന്നും അദ്ദേഹത്തിന് ജയിലിൽ നൽകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനാൽ ജാമ്യാപേക്ഷ തള്ളുന്നതിനൊപ്പം വലിയ ആശങ്കയായി ഇപ്പോൾ ഭാരതത്തിലെ ഹിന്ദുക്കളുടെ ഇടയിലും പ്രത്യേകിച്ച് ഇസ്കോൺ പ്രവർത്തകർക്കിടയിലുമൊക്കെ ഇപ്പോൾ വലിയ ആശങ്കയുണ്ടാക്കുന്നത് ഈ ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിന്റെ ആരോഗ്യം സംബന്ധിച്ചാണ്. അദ്ദേഹത്തിന് ജയിലിൽ കൃത്യമായ ഭക്ഷണമോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യ പരിപാലനമോ നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ചിറ്റഗോങ് കോടതി ജാമ്യാപേക്ഷ കൂടി പരിഗണിക്കാതെ വീണ്ടും ഇത് നീട്ടിവെക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നത്. കൃഷ്ണരാജ്. ശരി ഗൗതം.